ഹലോ, എല്ലാവർക്കും നമസ്കാരം. സ്റ്റോക്ക് മാർക്കറ്റ് എന്നാൽ ഗാംബ്ലിംഗ് ആണെന്ന് കരുതുന്ന ഒരുപാട് പേരുണ്ടാകും, അല്ലേ? സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ചോദിച്ചാൽ ട്രേഡിങ്ങിനെ കുറിച്ച് പറയുന്ന ഒരുപാട് പേരെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ പേടിച്ചിരിക്കുന്ന ഒരുപാട് ബിഗിനേഴ്സ് ഉണ്ടാകും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. ശരി, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്? നമുക്ക് നോക്കാം. ഇതൊരു മാർക്കറ്റാണ്. ഇവിടെ എൻ്റർടൈനിങ് ആയ ഗാംബ്ലിങ്ങുകളുണ്ട്, എക്സൈറ്റിംഗ് ആയ ലോട്ടറികളുണ്ട്, ഇൻട്രസ്റ്റിംഗ് ആയ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഓഫറുകളുണ്ട്, പിന്നെ ബോറിംഗ് ആയ ജിമ്മുകളുമുണ്ട്. ഇവിടെ കയറി ചെന്ന് റേറ്റ് കണ്ട് ക്വാളിറ്റി ഇല്ലാത്തതും ഓഫർ കണ്ട് ആവശ്യമില്ലാത്തതുമായ ഒരുപാട് സാധനങ്ങൾ വാങ്ങി കാശു കളയുന്നവരാണ് കൂടുതൽ പേരും. നമുക്കിത് ഡീറ്റെയിൽ ആയി നോക്കാം. സ്റ്റോക്ക് മാർക്കറ്റ് എന്നാൽ കമ്പനികൾക്ക് പ്രവർത്തിക്കുന്നതിനും എക്സ്പാൻഡ് ചെയ്യുന്നതിനും ആവശ്യമായ ഫണ്ട് പബ്ലിക്കിൽ നിന്ന് കണ്ടെത്തുന്നതിനുള്ള ഒരു ഇടമാണ് സ്റ്റോക്ക് മാർക്കറ്റ്. ഓരോ രാജ്യത്തിൻ്റെയും വളർച്ചയുടെ സൂചികയാണ് സ്റ്റോക്ക് മാർക്കറ്റ്. ഇവിടെ കമ്പനികൾക്ക് ഫണ്ട് കണ്ടെത്താനും സാധാരണ ജനങ്ങൾക്ക് കമ്പനിയെ വാങ്ങാനും ഉള്ള അവസരമാണ് ഉണ്ടാക്കുന്നത്. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ വെറും നമ്പറുകളായി മാത്രം കാണുമ്പോഴാണ് ഇത് ഗാംബ്ലിംഗ് ആയി മാറുന്നത്. ഓരോ സ്റ്റോക്കും ഓരോ കമ്പനികളാണ്, ഓരോ ബിസിനസ്സുകളാണ്. ഓരോ ബിസിനസ്സും ഒരുപാട് പേർക്ക് തൊഴിൽ നൽകുന്നുണ്ട്, രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വളരെ പ്രാധാന്യം നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ രാജ്യത്തിൻ്റെ വളർച്ചയുടെ സൂചികയാണ് എന്ന് പറഞ്ഞത്. നമ്മൾ ഓരോരുത്തരും ഈ വളർച്ചയിൽ പങ്കാളികളാകേണ്ടതുണ്ട്. ഇതിനെക്കുറിച്ച് നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിലെ വിവിധ ലഹരികളെക്കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യത്തേതാണ് ട്രേഡിംഗ്. ഇതൊരു എൻ്റർടൈൻമെൻറ്റ് ഗാംബ്ലിംഗ് ഗണത്തിൽപ്പെടുത്താവുന്ന ഒന്നാണ്. കണ്ടിട്ടില്ലേ, 24 മണിക്കൂറും ട്രേഡിങ്ങിന് വേണ്ടിയുള്ള ചാനലുകൾ വരെ ഇന്നുണ്ട്. അത്രയും എൻ്റർടൈനിങ് ആയ ഒരു പരിപാടിയാണ് ഇന്ന് ട്രേഡിംഗ്. ട്രേഡിംഗ് എന്നാൽ ഒരു ഗാംബ്ലിംഗ് ആണ്. ഒരുപാട് റീറ്റെയിലേഴ്സ് ഇതിൽ പെട്ടുപോകാറുണ്ട്. ദിവസവും 500 രൂപ ഉണ്ടാക്കാമെന്ന രീതിയിലായിരിക്കും ഇവരിത് തുടങ്ങുക. ആദ്യത്തെ 1-2 പ്രാവശ്യം കിട്ടുമെങ്കിലും പിന്നീട് ഉള്ള പൈസ മുഴുവൻ പോകുകയാണ് പതിവ്. സകല ചാർട്ടുകൾ കലക്കി കുടിച്ച പ്രോ ട്രേഡേഴ്സിന് വരെയും പലപ്പോഴും ലോസുകൾ സംഭവിക്കാറുണ്ട്. അപ്പോൾ പിന്നെ പാവം റീറ്റെയിലേഴ്സിൻ്റെ കാര്യം പറയണം. ഇതൊക്കെയാണ് സ്റ്റോക്ക് മാർക്കറ്റിനെ വളരെ ഭീതിയോടെ നോക്കിക്കാണാൻ സാധാരണ ജനങ്ങൾക്ക് ഇടയുണ്ടാക്കുന്നത്. ഏത് കാലത്തും ഏത് സമയത്തും അൺപ്രഡിക്റ്റബിൾ ആയ ഒന്നാണ് മാർക്കറ്റ്. ഒരു ചെറിയ കാരണം മതി ഷെയർ മാർക്കറ്റ് ഇടിയാൻ. അതുപോലെ തന്നെ ഒരു ചെറിയ വാക്ക് മതി ഷെയർ മാർക്കറ്റ് ഉയരാനും. അതുകൊണ്ടാണ് ട്രേഡിംഗ് ഒരു ഗാംബ്ലിംഗ് ആണെന്ന് ഞാൻ പറയുന്നത്. അടുത്തതായി എക്സൈറ്റിംഗ് ആയ ലോട്ടറികളെ കുറിച്ച് നമുക്ക് നോക്കാം. അതായത് പെന്നി സ്റ്റോക്കുകൾ. ചെറിയ പൈസയിലുള്ള കൂടുതൽ സ്റ്റോക്ക് വാങ്ങിയാൽ പെട്ടെന്ന് പണക്കാരനാവാമെന്നുള്ള ചിന്തയാണ് ചെറിയ പൈസയിലുള്ള ഈ സ്റ്റോക്കുകൾ വാങ്ങിക്കൂട്ടാൻ ഓരോരുത്തരെയും പ്രേരിപ്പിക്കുന്നത്. പെന്നി സ്റ്റോക്കുകൾ എന്തുകൊണ്ട് ഈ ചെറിയ പൈസയ്ക്ക് ലഭിക്കുന്നു എന്ന കാരണമറിയാതെ വാങ്ങിക്കൂട്ടുന്നത് നഷ്ടത്തിന് മാത്രമേ ഇടവരുത്തൂ. അങ്ങനെ ഈ ലോട്ടറി അടിച്ച ഒരേ ഒരാൾ നമ്മുടെ രംഗണ്ണൻ മാത്രമാണ്. പെന്നി സ്റ്റോക്കുകളിൽ പല മൾട്ടി ബാഗേഴ്സ് ഉണ്ടെങ്കിലും കൂടുതലും ലോസ് മേക്കിംഗ് കമ്പനികളാണ്. ഇതുപോലുള്ള ലോട്ടറികൾ അടിക്കാൻ നമ്മളാരും രംഗണ്ണന്മാരല്ലല്ലോ. പിന്നീട് വരുന്നതാണ് സ്വിംഗ് ട്രേഡിംഗ്. ഒരു കമ്പനി ഡൗൺ ആവുകയും ഡിസ്കൗണ്ടഡ് പ്രൈസിൽ കിട്ടുന്ന സമയത്ത് വാങ്ങുകയും പിന്നീട് അത് ഉയരുമ്പോൾ വിൽക്കുകയും ചെയ്യുന്നതിനെയാണ് സ്വിംഗ് ട്രേഡിംഗ് പറയുന്നത്. ഇത് ട്രേഡിങ്ങിനേക്കാളും പെന്നി സ്റ്റോക്കിനേക്കാളും ബെറ്റർ ആണെങ്കിലും ഇതിലും ഒരുപാട് റിസ്കുകളുണ്ട്. ഇതിനൊരുപാട് നിരീക്ഷണവും ഒരുപാട് നോളജും ടൈമിങ്ങും ഭാഗ്യവും എല്ലാം അത്യാവശ്യമാണ്. ഇതിനെക്കുറിച്ച് നന്നായി പഠിക്കേണ്ടതുണ്ട്. ഏതൊരു ആളോടും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാറുണ്ട് എന്നാണ് മറുപടി പറയാറ്. കാരണം ഏറ്റവും അട്രാക്റ്റീവായ ഒന്നാണ് ട്രേഡിംഗ്. ഓപ്പറേറ്റേഴ്സിനായാലും സ്റ്റോക്ക് ബ്രോക്കേഴ്സിനായാലും വളരെ പൈസ ഉണ്ടാക്കാവുന്ന ഒന്നാണ് ട്രേഡിംഗ്. ഈ പാത തിരഞ്ഞെടുത്തതുകൊണ്ട് ഒരുപാട് പേർക്ക് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, തകർന്നു പോയിട്ടുണ്ട്. കാരണം ആഗ്രഹമാവാം, അത്യാഗ്രഹമാവാം. ഇതുവരെ പറഞ്ഞതെല്ലാം ഇതിലെ അപകടങ്ങളാണ്. എന്നാൽ ഇത് മാത്രമാണോ സ്റ്റോക്ക് മാർക്കറ്റ്? .com ക്രാഷ്, സ്കാംസ്, ഫിനാൻഷ്യൽ ക്രൈസിസ്, COVID-19, വാർസ് തുടങ്ങി ഒട്ടനവധി പ്രശ്നങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. ഒരുപാട് തവണ ഇടിഞ്ഞിട്ട് അൾട്ടിമേറ്റ്ലി മാർക്കറ്റിൻ്റെ ഗ്രാഫ് ലെഫ്റ്റ് ടു റൈറ്റ് മുകളിലേക്ക് തന്നെയാണ്. അതെ, ഇൻവെസ്റ്റ്
ലോങ് ടേം ഇൻവെസ്റ്റിംഗ് അത് മാത്രമാണ് ഈ ട്രാപ്പുകളിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഏക മാർഗം. ഇതൊരു ചെടി വളർത്തി വലുതാക്കുന്ന അത്രയും ക്ഷമ ആവശ്യമുള്ള ഒന്നാണ്. 2 ദിവസം ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത് നിർത്തിയാൽ സിക്സ് പാക്ക് വരില്ല. അതുപോലെ വളരെ കൺസിസ്റ്റൻസിയോടും ഡിസിപ്ലിനോടും കൂടി ചെയ്യേണ്ട ഒന്നാണ് ഇൻവെസ്റ്റിങ്ങിനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.